മമ്മൂക്കേനെ ശരിക്കും ഞാൻ ആദ്യമായി കാണുന്നത് ഞാൻ മോഡൽ ഹൈ സ്കൂൾ ട്രിവാൻഡ്രം മോഡൽ ഹൈ സ്കൂൾ പഠിക്കുമ്പോൾ അതിനടുത്ത് ജാഗ്രത എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പം അത് കാണാനായിട്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാവരോടും പോയി. അപ്പം അന്നാണ് മമ്മൂക്ക ഞാൻ സത്യം ആദ്യമായി കാണുന്ന ഒരു സിനിമാ നടൻ അദ്ദേഹമാണ് നേരിട്ട് കാണുന്നത്. അപ്പം അതിനുശേഷമാണ് ഫാൻഡം എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം ലഭിച്ചത്. അത് ലൊക്കേഷനിൽ വെച്ചാണ് മമ്മൂക്കേനെ ആദ്യമായി കാണുന്നത്. അത് മമ്മൂക്കയുടെ അനിയനായിട്ടൊരു ക്യാരക്ടർ ഫാൻഡത്തിൽ ചെയ്തു. അപ്പം മമ്മൂക്ക ആദ്യമായി കാണുന്നത് ലൊക്കേഷനിൽ വെച്ചാണ്. അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു. ക്യാമറയുടെ മുമ്പിൽ അദ്ദേഹം ഇപ്പം എല്ലാ ആർട്ടിസ്റ്റോടും കൂടെ അഭിനയിക്കുന്നവരോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന എല്ലാ കോപ്പറേഷനും കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് മമ്മൂക്ക. എനിക്കുള്ളൊരു അനുഭവം ഞാനിപ്പോഴും ഓർക്കുന്നത് ഫാൻഡം എന്ന ചിത്രത്തിൽ മമ്മൂക്കയുടെ ഉള്ളൊരു ഷോട്ടിൽ ഞാൻ ഓടി വന്ന് മുട്ടുകുത്തി വീഴുന്നൊരു ഷോട്ടുണ്ട്. അപ്പം മമ്മൂക്ക എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്, നീ പാഡ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഞാൻ ഇല്ല, അങ്ങനെ എടുത്തില്ല. അത് കുത്തി വീഴുമ്പം നിനക്ക് മുട്ട് വേദനിക്കില്ലേ? എന്നിട്ട് മമ്മൂക്കയുടെ പാഡ് എടുപ്പിച്ച് അത് ഇട്ടിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമുക്ക് അത്രയും കെയർ തരുന്ന, കൂടെ അഭിനയിക്കുന്നവരുടെ അത്ര സ്നേഹം കാണിക്കുന്ന ഒരു ആക്ടറാണ് മമ്മൂക്ക. നളചരിതം 4-ാം ദിവസം എന്ന ചിത്രത്തിലാണ് ഞാൻ ആദ്യമായി ഡബ് ചെയ്യുന്നത്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ അതുവരെ എന്താണ് ഡബ്ബിംഗ് എന്നൊക്കെ കേട്ടിട്ടല്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വരുന്നതും ഡബ് ചെയ്യുന്നതും. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അഭിനയിച്ച കഥാപാത്രത്തിനൊരു ജീവൻ കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം അത് ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഡബ്ബിംഗ് എക്സ്പീരിയൻസ്. ആദ്യമായി ക്യാമറയ്ക്ക് മുമ്പിൽ കരഞ്ഞത് ജോക്കർ എന്ന സിനിമയിലാണ്. ജോക്കർ എന്ന സിനിമയിൽ എൻ്റെ ക്ലൈമാക്സ് സീനിൽ ഞാൻ ഈ ട്രപ്പീസിൽ നിന്ന് വീണ് എന്താ പറയുക, മരിക്കാൻ കിടക്കുന്ന ആ ഒരു ഷോട്ട് എടുക്കുമ്പം ശരിക്കും എന്താ പറയുക, ഞാൻ ആ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ അനുഭവങ്ങളും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പം ആ സിനിമയിൽ ആ കഥാപാത്രം മരിച്ചു കിടക്കുന്നു. അപ്പം ഞാൻ ആ കഥാപാത്രം ചെയ്ത് എൻ്റെ ആ ക്യാരക്ടറും മരിച്ചു കിടക്കുമ്പം എനിക്കത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അപ്പോൾ ആ ഷോട്ട് എടുക്കുമ്പം വല്ലാണ്ട് ഞാൻ കരഞ്ഞു പോയൊരു സമയമായിരുന്നു അത്. ലാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് മോഹൻലാൽ. അപ്പം ലാലേട്ടൻ്റെ കൂടെ എന്താ പറയുക, ഞാൻ ആദ്യമായി ലാലേട്ടനെ കാണുന്നത് ഞങ്ങളുടെ അമ്മ സംഘടനയുടെ മീറ്റിങ്ങിന് വെച്ചിട്ടാണ് ഫസ്റ്റ് ലാലേട്ടനെ കാണുന്നത്. അതിനുശേഷം പിന്നെ ബോണ്ടഡ് എന്ന് പറയുന്ന സിനിമയിലാണ് മുരളി നാഗോളി അദ്ദേഹം ഡയറക്റ്റ്. അതിലാണ് ആദ്യമായി ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു അത്. ദിലീപേട്ടൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. കാരണം ദിലീപേട്ടനാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സീൻ എടുക്കുമ്പോഴൊക്കെ ദിലീപേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ ദിലീപേട്ടനാണ് അപ്പോൾ എനിക്ക് ദിലീപേട്ടനെയും മറ്റ് ആർട്ടിസ്റ്റുകളും ഒക്കെ എല്ലാവരെയും നോക്കുമ്പം എന്താ പറയുക, ഒരു സിനിമ നടൻ എന്ന രീതിയിലല്ലാണ്ട് ഞാൻ വേറെ സിനിമാ നടന്മാരെ കാണുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അതെനിക്ക് അതിൻ്റെ അഭിനയത്തിലെ കോൺസെൻട്രേഷൻ ഒരുപാട് ബാധിച്ചു. പക്ഷേ ദിലീപേട്ടനാണ് ആ ഒരു എല്ലാ ധൈര്യവും തന്ന് എന്നെ കൂളാക്കി, എന്താ പറയുക, ആ ഒരു അഭിനയിക്കാനുള്ളൊരു എല്ലാ പ്രോത്സാഹനവും തന്ന ദിലീപേട്ടനാണ്. ആദ്യ സിനിമ തിയേറ്ററിൽ കണ്ടത് ജോക്കർ എന്ന സിനിമ ഞാനും വിത്ത് ഫാമിലി, എൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ ഞങ്ങളെല്ലാവരും അനിയത്തി, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോയി കണ്ടത്. അപ്പം പടം കണ്ട് പുറത്തിറങ്ങിയപ്പം ഹോൾ തിയേറ്ററിലുണ്ടായിരുന്ന എല്ലാ ക്രൗഡും എന്നെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്തു, എന്നെ പൊക്കിയെടുത്തു. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ അച്ഛനും അമ്മയും അവർ വന്ന് ആളുകളുടെ ഇടയിൽ കൂടെ വന്ന് എനിക്ക് കൈ തന്നു. അപ്പം അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്തൊരു ആദ്യത്തെ എക്സ്പീരിയൻസാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അതിൽ നിങ്ങളോട് ഒരുപാട് താങ്ക്ഫുൾ ആയിരിക്കും എപ്പോഴും. അപ്പം തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു.